ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് പുഴയുടെ കരയായിട്ട് കൊമ്പൻ പുഴയിലേക്ക് പതിയെ ഇറങ്ങുന്ന കാഴ്ചയാണ്. കൊമ്പൻ നമ്മുടെ ഇക്കരയ്ക്ക് കടക്കാനുള്ള തിരക്കിലാണ്, കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ കൂടി കണ്ട പുഴയിലേക്ക് പതിയെ മെല്ലെ മെല്ലെ ഇറങ്ങി അവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവനിപ്പോൾ കരയിൽ കയറി. എനിക്ക് തോന്നുന്നത് ഇത് അവൻ തന്നെയല്ല, ഇത് മറ്റൊരു ആനയാണെന്ന് തോന്നുന്നത്. മറ്റേത് വേറെ ആനയും ഇത് ഇപ്പുറത്ത് നിൽക്കുന്ന ആനയെന്ന് തോന്നണം. കണ്ടോ, അവൻ്റെ ചേഷ്ടയൊക്കെ കുറവല്ലേ, അതുപോലെ കൊമ്പ് കണ്ടോ, നല്ലൊരു കൊമ്പല്ലേ. ഇച്ചിരി തലയെടുപ്പുള്ളൊരു ആനയാണ്. മറ്റവൻ എനിക്ക് തോന്നുന്നു അപ്പുറത്ത് ഇറങ്ങി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും. കണ്ടോ, എനിക്ക് തോന്നുന്നു ഇവൻ മുറിവാലൻ ആനയാണ്. ഇത് മുറിവാലനാണ് ആന. ഇത് മുറിവാലൻ ആനയും മറ്റേത് വേറൊരു കൊമ്പനാണ്. ഇവനാണ് എരണ്ട, മറ്റേ അവൻ്റെ ബാക്കിൽ എന്തൊരു അസുഖമാണ്, എരണ്ടലി, അങ്ങനെ ഒരു അസുഖം ബാധിച്ചൊരു ആനയാണത്. പക്ഷെ അവൻ ഭക്ഷണം എടുക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും അവനില്ല. കണ്ടോ, അവൻ അവിടെ നിന്ന് തിരിച്ച് അവിടെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പോണില്ല. അവൻ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റണില്ല, കാരണം ഇവിടെ ആളുകൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ആനേനെ കാണുമ്പോൾ ഭയങ്കര ആർപ്പുവിളിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇത് കാരണം, ഒച്ചപ്പാടും ബഹളവും കാരണം ആന തിരിച്ച് അവിടെയൊക്കെ തന്നെ ഒളിച്ചും പാത്തൊക്കെ ആയിട്ട് കറങ്ങി നടക്കുക. കണ്ടോ, പിന്നെയും അവിടെ തന്നെ, ഇപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്ത് തന്നെ പിന്നെയും അവൻ വന്ന് നിന്ന്. കണ്ട, അവന് ഇങ്ങോട്ട് കടക്കണമെന്നുണ്ട്, പക്ഷെ അവന് കടക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാനല്ലേ. കണ്ടോ, അവൻ നോക്കുവാണ് അവരൊക്കെ പോയെന്ന്. കണ്ടോ, ഇവിടെയൊക്കെ ആളുകൾ നിൽപ്പുണ്ട്, ആളുകൾ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് ഇപ്പുറത്തേക്ക് വരണമെന്നുണ്ട്, പക്ഷെ അവന് കടക്കാൻ പറ്റുന്നില്ല, ആളുകൾ അവനെ സമ്മതിക്കുന്നില്ല. കണ്ടോ, നടന്ന് ഇപ്പുറം വരെ എത്തി. അവിടെ നിന്ന് നടന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ ഏത് നിമിഷവും ഇവൻ ഇപ്പുറത്തേക്ക് വരും പന തിന്നാൻ വേണ്ടി. അതാണ് അവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ ഗൈസ്.